എറണാകുളം കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലെ ഇൻഫോ പാർക്ക് ഗേറ്റിന് മുൻപിൽ കൂറ്റൻ ട്രാൻസ്ഫോമർ റോഡിൽ വീണു. ബ്രഹ്മപുരത്ത് നിന്ന് കളമശ്ശേരിയിലേക്ക് റിപ്പയറിംഗിന് കൊണ്ടുപോകുന്നതിനിടയിൽ ട്രെയിലറിൽ നിന്നാണ് ഈ ട്രാൻസ്ഫോമർ വീണത്. നിലവിൽ സീപോർട്ട് എയർപോർട്ട് റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ്. വിഷ്ണുപ്രകാശ് ഈ സംഭവ സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് ഈ ട്രെയിലറിൽ നിന്ന് വീണുപോയ ട്രാൻസ്ഫോമർ. വിഷ്ണു, എന്താണ് നിലവിലെ സാഹചര്യം? വല്ലാത്ത ബ്ലോക്ക് ഉണ്ടോ? ഇതിൽ സാമാന്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ട്. നമുക്കിപ്പോൾ കോളേജ് ബസ്സുകളും മറ്റും സ്കൂളുകളും എല്ലാം പോകുന്ന ദൃശ്യങ്ങൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ വരിയിൽ വാഹനങ്ങൾ പോകാനായി കാത്തു കിടക്കുന്നുണ്ട്, ഊഴം കാത്തു കിടക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലൊരു ട്രാഫിക് വാർഡൻ ഇവിടെയുണ്ട്. അദ്ദേഹമാണ് ഈ ട്രാഫിക് നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ അഗ്നിരക്ഷാ സേനയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് മാറ്റുന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പം കുറച്ച് ദൃക്സാക്ഷികൾ ചേരുന്നുണ്ട്. നിങ്ങൾ ഇത് കണ്ടിരുന്നല്ലേ? നമ്മൾ കണ്ടിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. അപ്പോൾ ഭയങ്കര ആക്സിഡന്റ് പ്രോണായിട്ട് ആ വണ്ടി പൊക്കോണ്ടിരുന്നത്. ശരിക്കും കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ ആ മറിയാനുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ പോയപ്പോൾ നമ്മളെല്ലാവരും നോക്കി. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ സംസാരിച്ചു, അത് മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന രീതിയിൽ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ സൗണ്ട് ആയിട്ട് നോക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇവിടെ ഈ മറ്റു വണ്ടികളൊക്കെ ഇപ്പോഴും ഉള്ള ഒരു തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ വേറെ വണ്ടികളൊക്കെ ഇല്ലാത്തത് ഭാഗ്യമായി. ഇല്ലാത്ത ഭാഗ്യമായി. ഇപ്പോൾ ബാക്കിലൊരു ചെറിയ സ്കൂട്ടറോ 2 വീലറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മാരകമായ ഒരു അവത്തായനെ. നിങ്ങളുടെ ക്ലാസ് ഒക്കെ വിടുന്ന സമയമായില്ലേ? അതെ, ക്ലാസ് വിടുന്ന സമയമായി. ഏതായാലും ഇപ്പോൾ ഇത് കണ്ട കുറച്ച് വിദ്യാർത്ഥികളാണ്. ഇവിടെ തന്നെ സമീപത്തുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. നമുക്കറിയാം, അവർ പറയുന്നത് വെച്ചിട്ട് ഒരു ട്രെയിലറാണ്. ഇത്രയും വലിയ ഒരു ട്രാൻസ്ഫോമർ കൊണ്ടുപോകുമ്പോൾ ഇത് റോഡിലേക്ക് മറഞ്ഞു എന്നുള്ളത് നമുക്ക് അതിശയം ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം ഒരു തരത്തിലുമുള്ള അതിൻ്റെ കൃത്യമായിട്ടുള്ള അത് ബന്ധിക്കേണ്ട കാര്യങ്ങൾ നടത്താത്തതിനാൽ തന്നെയായിരിക്കാം ഇത് വീണത് എന്ന് തന്നെയാണ് അനുമാനപ്പെടുന്നത്. അതിൽ ചെങ്ങലയും മറ്റും കാണുന്നുണ്ട് ആ ട്രാൻസ്ഫോമറിനോട് ചേർന്നുള്ള. പക്ഷേ ഇവരുടെ പരിസരത്തുള്ള ഒരു ട്രാഫിക് വാർഡൻ ഉണ്ടായിരുന്ന അദ്ദേഹം പറഞ്ഞത് ഒരു വാഹനം വന്നു, വലിയ ട്രാഫിക് ഒന്നും ഇല്ലാത്ത സമയമായിരുന്നു. ആ ഒരു ഇറങ്ങി വന്ന് വണ്ടി വളയ്ക്കുന്നതിനിടയിൽ ഇത് നിലം പതിക്കുകയായിരുന്നു എന്നാണ് ഒരു ട്രാഫിക് വാർഡൻ നമ്മളോട് പറഞ്ഞത്. ഏതായാലും വലിയ ദുരന്തം ഒഴിവായി. ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ്, അതായത് എറണാകുളത്ത് നിന്ന് കാക്കനാട് അതുപോലെ മറ്റു ജില്ലകളിലേക്കും മറ്റും പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. ഇൻഫോ പാർക്കിന് തൊട്ട് മുന്നിലാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു അപകടം ഉണ്ടാകേണ്ട ഒരു അപകടം ഏതോ ഭാഗ്യം കൊണ്ട് ഒഴിവായി എന്ന് വേണം ഇപ്പോൾ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. സാർ, നമുക്കിത് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇത് ക്രൈം വിളിച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രൈം വിളിച്ചതിന് ശേഷം ബാക്കി നടപടി സ്വീകരിക്കുന്നതായിരിക്കും. എന്താ സംഭവിച്ചെന്നുള്ള ധാരണയുണ്ടോ? റോഡിന്റെ ഇതിൽ കയറിയപ്പോൾ മറിഞ്ഞെന്നാണ് പറഞ്ഞത്. ഇതിന്റെ അത് ഓയിലുണ്ട്, അപ്പോൾ അത് സൈഡിലോട്ടായി മറിഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൽ നിന്ന് ഇങ്ങനെ വീഴാന്ന് പറഞ്ഞാൽ ഒരു കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട കുറേ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവും. ക്ലിപ്പ് ഇപ്പം ലോക്ക് ഒടിഞ്ഞു പോയിട്ടാണ് സംഭവിച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. റോഡിലേക്ക് കയറിയപ്പോഴത്തേക്കും തട്ടുണ്ടായിരുന്നു. ആ തട്ടയിൽ തട്ടിയപ്പോൾ ഒരു സൈഡിലേക്ക് വെയിറ്റ് ആയി. അങ്ങനെ അതിന്റെ ക്ലിപ്പ് ഒടിഞ്ഞു പോയി സംഭവിച്ചെന്നാണ് ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത്. കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും കപ്പാസിറ്റിയുള്ള വാഹനമായിരുന്നു അത്? ആയിരുന്നു. ട്രെയിലർ വാഹനം കൊണ്ടുപോകാൻ പറ്റിയ വാഹനം തന്നെയാണ്. പക്ഷേ ഈ റോഡിന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു ചരിവുണ്ട്. ആ ചരിവിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ള ഓയിലും കൂടി ഉണ്ടോ ഓൾറെഡി. ഓരോ 40 ടണ്ണോളം ഉണ്ട്. അപ്പോൾ ഓയിലിൻ്റെ ഇതും കൂടി വരുമ്പോൾ വണ്ടി സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്ലേറ്റ് പതുക്കെ ചരിഞ്ഞു കൊടുക്കും. ആ വെയിറ്റിൽ പോന്നേക്കുന്നതാണ്. ആ വെയിറ്റിൽ പോന്നിട്ട് അതിൻ്റെ ക്ലിപ്പുകളൊക്കെ അതിൻ്റെ ലോക്കുകളൊക്കെ പൊട്ടിപ്പോയതാണ്. ഇവരെല്ലാം സേഫ്റ്റി എടുത്തിട്ടാണ് കൊണ്ടുവന്നതെന്ന് KCB ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർ പറയുന്ന എല്ലാ സേഫ്റ്റി എടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. വാഹനങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇതുപോലുള്ള വളവുകൾ കയറ്റങ്ങളൊക്കെ അവർ എല്ലാ സുരക്ഷയും പാലിച്ചാണ് അവർ കൊണ്ടുവന്നതെന്നാണ് ഇപ്പോൾ KCB ആൾ പറയുന്നത്. ബ്രഹ്മപുരം പ്ലാന്റിലെ തന്നെ ട്രാൻസ്ഫോമർ? അതെ, ബ്രഹ്മപുരം പ്ലാന്റിലെ കംപ്ലൈൻറ്റ് ട്രാൻസ്ഫോമർ കളമശ്ശേരി സബ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതിപ്പോൾ ഏകദേശം 3 എണ്ണം കൊണ്ടുപോയത് 4ാമത്തെ ആണെന്ന് പറയുന്നു. ഇപ്പോൾ അപകടം ഉണ്ടായത് ആദ്യം തന്നെ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുന്നവർ ഇത് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയും. ക്രൈം വന്നുകൊണ്ടിരിക്കുകയാണ്. അപകടം ഉണ്ടാകുന്ന മറ്റു കാര്യങ്ങളും ഇല്ല. അപകടം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ ട്രാൻസ്ഫർ ഓയിൽ മാത്രമേ ഉള്ളൂ. ഓയിൽ നിലവിൽ ലീക്കായിട്ടൊന്നുമില്ല. ഓയിൽ നിലവിൽ ഒരു ലീക്കും ഇല്ല. വേറെ അപകട സാധ്യത ഒന്നുമില്ല നിലവിൽ. വന്നു കഴിഞ്ഞാൽ അടിയന്തര സാഹചര്യം നമ്മളിവിടെ ഉണ്ട്. നമ്മുടെ വാഹനം ഇവിടെ ഉണ്ട്. നമ്മുടെ ജീവനക്കാരുണ്ട്. എന്തെങ്കിലും അടിയന്തരം വന്നാൽ കൈകാര്യം ചെയ്യാനുള്ള. ഏതായാലും ഇപ്പോൾ ഈ അഗ്നിരക്ഷാ സേന അംഗങ്ങൾ പറയുന്നത് അത്തരത്തിൽ മറ്റു ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നുമില്ല. ഓയിലുണ്ട്, 40 ടണ്ണോളം വരുന്ന ഓയിൽ ഇതിൽ ഈ ട്രാൻസ്ഫോമറിനകത്തുണ്ട്. അപ്പോൾ അതിന്റെ ഭാരം വന്നപ്പോൾ, അത്രയും ഭാരം വന്നപ്പോൾ വണ്ടി ഇറങ്ങി വരികയായിരുന്നു. അങ്ങനെ ഉലഞ്ഞ് ആ ഒരു ഇത് ക്ലിപ്പ് ചെയ്തിരുന്ന ബന്ധിച്ചിരുന്ന അതിന്റെ ക്ലിപ്പ് വിട്ട് അത് റോഡിലേക്ക് പതിച്ചതാണ് എന്നാണ് ഇപ്പോൾ അഗ്നിരക്ഷാ സേന അംഗങ്ങൾ വരുന്നത്. ഏതായാലും അടിയന്തരമായി തന്നെ ഇത് മാറ്റാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. KCB അതിനുവേണ്ട ക്രമീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അധികം വൈകാതെ തന്നെ ക്രെയിൻ ഇവിടേക്ക് എത്തിക്കും. ക്രെയിൻ എത്തിച്ച ശേഷം ഇത് മറ്റൊരു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാനായിരിക്കും ഒരു പക്ഷേ തയ്യാറാവുക. ഏതായാലും അടിയന്തരമായി ഇപ്പോൾ ഈ സമയം ഇപ്പോൾ 3 മണി കഴിഞ്ഞു. 4 മണിയോടുകൂടി നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ ഈ റോഡിൽ അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. ഇനി ഇത് ഇരട്ടിക്കുന്ന ഒരു സമയമാകും വൈകുന്നേരത്തോടു കൂടി. അപ്പോൾ അതിനു മുമ്പ് എത്രയും വേഗം ഈ ഒരു ട്രാഫിക് പ്രശ്നം പരിഹരിക്കുക. അതിനുവേണ്ടി ഈ റോഡിൽ വീണ് കിടന്നിട്ടുള്ള ഈ ഒരു ട്രാൻസ്ഫോമർ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അടിയന്തരമായി ചെയ്യേണ്ട കാര്യം.